വെൽക്കം ബാക്ക് മൈ ചാനൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 7 ക്വസ്റ്റ്യൻ വരെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണ് മെത്തേഡ് വരുന്നത് എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. ഇപ്പോൾ നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ക്ലാസ് 10th A there are 30 boys and 20 girls. In class 10th B there are 15 boys and 25 girls. One student is selected from each class. First question, how many ways the selection can be made? B question, what is the probability of getting both boys? C question, what is the probability of getting both girls? D question, what is the probability of getting one boy and one girl? ഇത് ഏറ്റവും ഈസി ആയിട്ട് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണിത്. ജസ്റ്റ് ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിച്ച് വായിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് നമുക്കിവിടെ ഗിവണായത് 10th A 30 ബോയ്സ് ആൻഡ് 20 ഗേൾസ്. നെക്സ്റ്റ് 10th B 15 ബോയ്സ് ആൻഡ് 25 ഗേൾസ്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടോട്ടൽ വേസ് ആണ്. അപ്പം നമ്മൾ ടോട്ടൽ വേസ് കാണുന്നത് ഇവിടുത്തെ ടോട്ടൽ സ്റ്റുഡൻസ് നോക്കാം. ഇവിടെ ഇപ്പോൾ ടോട്ടൽ സ്റ്റുഡൻസ് 50 ആണ്. അതേപോലെ ഇവിടെ വരുന്ന ടോട്ടൽ സ്റ്റുഡൻസ് 40 ആണ്. അപ്പോൾ ടോട്ടൽ പെയർ എന്ന് പറയുന്നത് 50 × 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 2000. ഇതാണ് നമുക്ക് ടോട്ടൽ പെയർ. അതായത് ഇവിടെ നമുക്ക് 10th Aയിൽ 30 ബോയ്സും 20 ഗേൾസും ടോട്ടൽ 50 സ്റ്റുഡൻസ് ഉണ്ട്. അതേപോലെ 10th Bയിൽ 15 ബോയ്സും 25 ഗേൾസും 14 സ്റ്റുഡൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ പെയർ വരുന്നത് 50 × 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 2000 ആണ്. ഇനി നമുക്കിവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റുഡൻറ്റിനെ 2 ക്ലാസ്സിൽ നിന്നും ഓരോ സ്റ്റുഡൻറ്റിനെ നമ്മൾ സെലക്ട് ചെയ്താൽ അത് രണ്ടും ബോയ് ആവാനുള്ള പ്രോബബിലിറ്റി ആണ് നമ്മളോട് ചോദിച്ചത്. രണ്ടും ബോയ് ആവാനുള്ള പ്രോബബിലിറ്റി നമ്മൾ ചെയ്യുന്നത് 10th Aയിലെ ബോയുടെ എണ്ണം 30 ആണ്, 10th Bയിലത്തത് 15 ആണ്. പ്രോബബിലിറ്റി ബീങ് ബോത്ത് ബോയ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ബോയ് ഇൻറ്റു ബോയ് ഡിവൈഡഡ് ബൈ ടോട്ടൽ. ഇപ്പോൾ 10th Aയിൽ നമുക്കുള്ള ബോയ് എന്ന് പറയുന്നത് 30 ആണ് ഇൻറ്റു 10th Bയിലുള്ള ബോയ് എന്ന് പറയുന്നത് 15 ആണ് ഡിവൈഡഡ് ബൈ നമുക്ക് ടോട്ടൽ കിട്ടിയത് 2000 ആണ്. അപ്പോൾ നമുക്ക് എന്താ ബോത്ത് ബീയിങ് ബോയ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താ 13 × 15 ഡിവൈഡഡ് ബൈ 2000 ദാറ്റ് ഈസ് ഈക്വൽ ടു 450 ഡിവൈഡഡ് ബൈ 2000. ഇനി ഇതിനെ ഷോർട്ടസ്റ്റ് ഫോമിലാക്കിയാൽ നമുക്ക് എന്താ ആൻസർ കിട്ടുക 9 ഡിവൈഡഡ് ബൈ 40. എങ്ങനെയാണ് ഷോർട്ടസ്റ്റ് ഫോം ആക്കുക എന്നറിയാലോ. അതായത് ഏതെങ്കിലും ഒരു കോമൺ ഫാക്ടർ കൊണ്ട് എന്ത് ചെയ്യുക, ഇതിനെ ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ 45നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 9 കിട്ടും. അതുപോലെ 200നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 40 കിട്ടും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ നമുക്ക് വരിക 9 ഡിവൈഡഡ് ബൈ 40. ദെൻ നെക്സ്റ്റ് എന്താ അതിൽ ക്വസ്റ്റ്യൻ വന്നത് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾ. അപ്പോൾ എന്തായിരിക്കും നമുക്ക് അവിടെ ചെയ്യേണ്ടി വരിക ഗേൾ ഇൻറ്റു ഗേൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ. അതായത് 10th Aയിലെ ഗേൾ ഇൻറ്റു 10th Bയിലെ ഗേൾ. എന്താ 10th Aയിലെ ഗേൾ വരുന്നത് 20 ആണ്, 10th Bയിലോ 25 ആണ്. അപ്പോൾ 20 × 25 ഡിവൈഡഡ് ബൈ
ടോട്ടൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക 500 ഡിവൈഡഡ് ബൈ 2000 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ നമുക്ക് കിട്ടുക 1/4. ഇപ്പോൾ ബോത്ത് ബീങ് ഗേൾസ് എന്താ ആൻസർ കിട്ടിയത് 1/4. അപ്പോൾ രണ്ടും ഗേൾ ആവാനുള്ള പ്രോബബിലിറ്റി 1/4 ആണ്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ വന്നത് ഒരു ബോയ് ഒരു ഗേൾ ആവാനുള്ള പ്രോബബിലിറ്റി. ഇപ്പോൾ ഒരു ബോയ് ഒരു ഗേൾ ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ നമുക്ക് രണ്ട് കാൽക്കുലേഷൻസ് ഇവിടെ ചെയ്യേണ്ടി വരും. എന്താ ചെയ്യേണ്ടി വരിക 10th എയിൽ നിന്ന് ബോയ് ആണെങ്കിൽ 10th ബിയിൽ നിന്ന് ഗേൾ ആയിരിക്കണം. അതേപോലെ 10th എയിൽ നിന്ന് ഗേൾ ആണെങ്കിൽ 10th ബിയിൽ നിന്ന് എന്തായിരിക്കണം ബോയ് ആയിരിക്കണം. അപ്പോൾ ബോയ് ഇൻറ്റു ഗേള് പ്ലസ് ഗേൾ ഇൻറ്റു ബോയ് ഡിവൈഡഡ് ബൈ ടോട്ടൽ. ഇപ്പോൾ നമുക്ക് എന്താ കിട്ടുക 30 × 25 പ്ലസ് 20 × 15 ഡിവൈഡഡ് ബൈ 2000. അപ്പോൾ ഒരു ബോയും ഒരു ഗേളും ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ഇവിടെ ചോദിച്ചത്. അപ്പോൾ ഒരു ബോയും ഒരു ഗേളും ആണെങ്കിൽ 10th എയിൽ നിന്ന് ബോയ് ആവുമ്പോൾ 10th ബിയിലത്തെ ഗേൾ ആവണം. 10th എയിൽ നിന്ന് ഗേൾ ആവുമ്പോൾ 10th ബിയിൽ നിന്ന് ബോയ് ആവണം. അപ്പോൾ ബോയ് ഇൻറ്റു ഗേൾ പ്ലസ് ഗേൾ ഇൻറ്റു ബോയ് ഡിവൈഡഡ് ബൈ ടോട്ടൽ. എന്താണ് നമുക്ക് കിട്ടിയത് 13 × 25 പ്ലസ് 20 × 15 ഡിവൈഡഡ് ബൈ 2000 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ നമുക്കിവിടെ കിട്ടുക 750 പ്ലസ് 300 ഡിവൈഡഡ് ബൈ 2000 ദാറ്റ് ഈസ് ഈക്വൽ 1050 ഡിവൈഡഡ് ബൈ 2000. ഇനി നമുക്ക് ഷോർട്ടസ്റ്റ് ഫോർമുലക്കൽ എന്താ കിട്ടുക 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 21 ഡിവൈഡഡ് ബൈ 40. അപ്പോൾ നമുക്ക് 4 ആൻസറും കിട്ടി. എന്താ 4 ആൻസറും കിട്ടിയത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി ആദ്യം നമുക്ക് രണ്ടും ബോയ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ഇവിടെ ചോദിച്ചത്. രണ്ടും ബോയ് ആവാനുള്ള പ്രോബബിലിറ്റി ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ബോയ് ഇൻറ്റു ബോയ്, അതായത് 10th എയിലെ ബോയ് ഇൻറ്റു 10th ബിയിലെ ബോയ്. അതാണ് ബോത്ത് ബീയിങ് ബോയ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാൽക്കുലേഷൻ. പിന്നെ ഡിനോമിനേറ്ററിൽ എന്താ വരെ എപ്പോഴും അത് വരെ ടോട്ടൽ വേസ് ആണ്. എങ്ങനെയാണ് ടോട്ടൽ വേസ് കിട്ടുക? ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി നെക്സ്റ്റ് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത് നമ്മളോട്? ബോത്ത് ബീയിങ് ഗേൾ ആണ് ചോദിച്ചത്. ബോത്ത് ബീയിങ് ഗേൾ ആണെങ്കിൽ നമ്മളെങ്ങനെ ചെയ്യും? ഗേൾ ഇൻറ്റു ഗേൾ, അതായത് 10th എയിലെ ഗേൾ ഇൻറ്റു 10th ബിയിലെ ഗേൾ. അതാണ് എന്ത് കിട്ടുക ബോത്ത് ബീയിങ് ഗേൾ. ഇനി നമ്മളോട് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഒരു ബോയും ഒരു ഗേളും ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചത്. അത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബോയ് ഇൻറ്റു ഗേള് പ്ലസ് ഗേൾ ഇൻറ്റു ബോയ്. അത് നമുക്ക് കിട്ടുക എന്താ 750 പ്ലസ് 300 ആണ് നമുക്ക് കിട്ടിയത്. അതിന് ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുക എന്താ 21 ഡിവൈഡഡ് ബൈ 40. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസർ ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിൽ ഇവിടെ ഷോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാതെ 30/50 × 15/40 ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒന്നുകൂടി ശ്രദ്ധിക്കുക. അതായത് പെട്ടെന്ന് ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് കാൽക്കുലേഷൻ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതുപോലെയുള്ള മെത്തേഡിൽ എഴുതുന്നത്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ.